മീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ളവരുടെ ഒരു പ്രിയപ്പെട്ട റെസിപ്പിയാണ് മീൻ പൊള്ളിച്ചത്. എന്നാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ന് ഇതുപോലെ വളരെ എളുപ്പത്തിലും രുചികരമായും നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. ഞാനിത് 2 അയല മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദശക്കട്ടിയുള്ള ഏത് മീനും ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കി ഇത് വരഞ്ഞു വയ്ക്കാം. മീനിൽ പുരട്ടാനുള്ള അരപ്പുണ്ടാക്കുന്നതിനായി ഒരു ബൗളിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, പിന്നെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ അരപ്പ് മീനിൽ തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മീനിൽ അരപ്പ് നല്ലതുപോലെ പിടിക്കും. മസാല ഉണ്ടാക്കുന്നതിനായി ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞു വയ്ക്കാം. ഒരു മീഡിയം സൈസ് സവാളയും ചെറുതായി മുറിച്ച് വയ്ക്കാം. സവാളയ്ക്ക് പകരം 10-15 ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് സവാള ഉപയോഗിച്ചാലും മതി. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചത്, 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തു വയ്ക്കാം. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് സവാള മുറിച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം. എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മീൻ വറക്കാനായി വയ്ക്കാം. കുറച്ച് ഓയിൽ മതി. സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കുന്നത് കൊണ്ട് മീൻ നല്ലതുപോലെ കുക്കായി കിട്ടും. ഈ മീൻ പൊള്ളിച്ചത് ഇതുപോലെ വാഴയില കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരു വശം ചെറുതായി ഫ്രൈ ആയി വരുമ്പോൾ മറുവശവും അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പാൻ അടച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ കുറച്ച് ഓയിൽ കൊണ്ട് നമുക്ക് ഹെൽത്തിയായി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഈ ഫ്രൈഡ് ഫിഷസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാഴയില വാട്ടിയെടുത്ത് 1 സ്പൂൺ മസാല വെച്ച് കൊടുക്കാം. നല്ലതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം 2ാമത്തെ സ്പൂൺ മസാലയും വെച്ച് കൊടുക്കാം. മീനിൻ്റെ അടിവശം മുഴുവൻ വരത്തക്ക വിധം നിരത്തി വേണം വെക്കേണ്ടത്. ഇതിന് മുകളിൽ ഫ്രൈഡ് ഫിഷ് വെച്ച് കൊടുക്കാം. നേരത്തെ വെച്ചതുപോലെ 1 സ്പൂൺ മസാല ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ 2ാമത്തെ സ്പൂൺ മസാലയും വെച്ച് കൊടുക്കാം. 2 മീനും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി മീൻ ഇതുപോലെ ഒരു പാഴ്സൽ പോലെ പൊതിഞ്ഞെടുക്കാം. വാട്ടിയിരിക്കുന്നത് കൊണ്ട് വാഴയില പൊട്ടിപ്പോകത്തില്ല. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ 2 മീനും അതിൽ വെച്ച് അടച്ച് വെച്ച് 2 സൈഡും 5 മിനിറ്റ് വീതം പൊള്ളിച്ചെടുക്കാം. സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് റെഡി. ഇനി ഇതൊന്ന് തുറന്നു നോക്കിയാലോ? കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ്. മീൻ പൊള്ളിച്ചത് പല രീതിയിലും ഉണ്ടാക്കാം. എന്നാൽ ഇത് വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ സാധാരണയായി ലഭിക്കുന്നത് തന്നെയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.